നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോണത് നമ്മുടെ പ്രകാശിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും എടുത്തിട്ടുള്ള വിഷ്വൽസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ ഞാൻ മൊബൈലിൽ എടുത്തിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെന്ന ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ആദ്യം കാണിക്കണത്. അപ്പോൾ അന്ന് ചെന്ന സമയത്ത് അവിടെ നമ്മുടെ ലൂബസിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോണത് ലൂബസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറിയപ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വണ്ടി ശരിക്കും പണിയാൻ സമയത്ത് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് ശരിക്കും ഒരു തവണയെങ്കിലും പ്രകാശിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കഷ്ടപ്പാടാണ് ശരിക്കും. നമുക്ക് വണ്ടിയോട് ഇഷ്ടമാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഈ വണ്ടി അവിടെ പണിയിപ്പിക്കാൻ ആദ്യത്തൊക്കെ ഒരു ദിവസം ചെല്ലുമ്പോൾ മാത്രമേ ഇഷ്ടം തോന്നുള്ളൂ. പിന്നീട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ പെയിൻറ്റിൻ്റെ മണവും ഈ മക്കിൻ്റെ മണവും മക്ക് വരയ്ക്കണതിൻ്റെ ഈ പൊടിയും ഇതൊക്കെ ആയിട്ട് നമുക്ക് ആകെ ഒരു ഭ്രാന്ത് ആവും. ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് കൊമ്പൻ എൻ്റെ വണ്ടിയുടെ ഇവിടെ ഇപ്പോൾ ആ വണ്ടി പണിതിറങ്ങി. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഫോഗ് എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ റീസെൻ്റായിട്ട് ഇട്ടിരുന്ന ഡെൽമാർ ഹോളിഡേയ്സിൻ്റെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെയൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പ്രകാശിൽ ഈ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ചേട്ടൻ്റെ അദ്ദേഹത്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ക്ലിപ്പുകളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ കാഴ്ചകൾ പ്രകാശിലെ. എത്ര വണ്ടികളാണ്, എത്ര വണ്ടിപ്രാന്തന്മാരുടെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരണം ആണ് ഈ കിടക്കുന്ന മുതലുകൾ അല്ലേ. ആലോചിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ശരിക്കും അല്ലേ. അപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് നമുക്കിങ്ങനെ കണ്ട് ഇങ്ങനെ പോവാം. ഇവിടെ എത്ര സെഡസ്ട്രകളാണ് കിടക്കുന്നത് നോക്കി. ശരിക്കും ഇത് എന്താ പറയുക, വണ്ടിപ്രാന്തന്മാരുടെ ഒരു ലോകം തന്നെയാണ് ഇത് ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഷിബുക്കയാണ് ഇവിടുത്തെ ഒരുവിധമുള്ള വണ്ടികളെല്ലാം പണിതിറക്കണ ആൾ. അപ്പോൾ ആളൊരു ഇൻ്റർവ്യൂ പോലെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇങ്ങനെ നമ്മുടെ ക്യാമറയിലായിരുന്ന വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലത്തെ നമ്മുടെ വിഷ്വൽസൊക്കെ എൻ്റെ ഡിലീറ്റായി പോയി. അതിൻ്റെ ഒരു വിഷമഭാവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. മാത്രമല്ല ഒരു അർബാനിയുടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, സ്പടികൻ ട്രാവൽസിൻ്റെ. അപ്പോൾ എന്തായാലും അപ്പോൾ മൊബൈലിൽ കുറച്ച് വിഷ്വൽസ് എടുത്ത് വെച്ച് കാരണം നന്നായി. അപ്പോൾ അത് നമ്മളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കണത്. അപ്പോൾ നമ്മൾ അന്ന് ലൂബസിൻ്റെ നമ്മുടെ സിനിച്ചേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്നെടുത്ത കുറച്ച് കാഴ്ചകളാണ് ഇപ്പോഴത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. മീൻസ് ആദ്യത്തെ ഭാഗങ്ങളിൽ ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ലൂബസിൻ്റെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഞാൻ എടുത്ത വിഷ്വൽസ് ആയിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ നമ്മുടെ ഡെൽമാർ ഹോളിഡേയ്സിൻ്റെ ഒരു ഡെലിവറി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പണിയേട്ട വണ്ടികളുണ്ടല്ലോ, ആ വണ്ടികൾ മുഴുവൻ ഇപ്പോൾ ഒരുവിധം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ട് ഇറങ്ങണ കോലത്തിലാണ് കിടക്കുന്നത്. ഇത് ലൂബസാണ്. ഇത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എന്താ ഉള്ളിലൊക്കെ ഇതുപോലെയുള്ള സാധനം നൈസായിട്ട് ഇത് പോയിട്ടുണ്ട്. വർക്കുകൾ ഇങ്ങനെ എന്താ എത്തിച്ച് നോക്കിയാലേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനൊക്കെ ആയിട്ട്. സിനിച്ചേട്ടനാണ് ഈ വണ്ടിയുടെ വർക്കൊക്കെ ചെയ്യുന്നത്. അത് നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. നമ്മൾ വർക്ക് കഴിഞ്ഞാൽ അറിയുള്ളൂ. എന്നാലും നമ്മൾ ഈ ഡിസൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്കത് കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ആളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നാളെ ഔട്ടർ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇങ്ങനെ ഔട്ടർ ലൈനുകളിട്ട് അപ്പോൾ നമ്മളുള്ളത് പ്രകാശിലാണ്. അപ്പോൾ ഫുൾ വീഡിയോ വരുമ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യാം.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മൾ കുറേ ക്ലിപ്പുകളൊക്കെ മുന്നേ എടുത്തു വെച്ച ക്ലിപ്പുകളായ കാരണം നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് സെറ്റായി വരില്ല കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ കുറേ ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച ക്ലിപ്പുകളൊക്കെയാണ് ഞാനത് ഇതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ ഈ സൈഡിൽ കാണാതൊക്കെയാണ് നമ്മുടെ മറ്റേ ഈ വാട്ടർ ടെസ്റ്റിനൊക്കെ ഉള്ള ആ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വാട്ടർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇത് നടക്കുന്ന എന്താ സംഭവം അറിയോ, വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ പൂജ നിർബന്ധമാണ് പ്രകാശിൽ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന നേരത്തെ അവിടെ പൂജ നടക്കുന്ന സമയമായിരുന്നു. പിന്നെ KSRTCയുടെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള തമിഴ്നാട് ആർട്ടിസ്റ്റിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വാട്ടർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുക. ഇതാണോ ഓവറോൾ പീനയിലത്തെ ഈ പ്ലാന്റാണ് പ്രകാശിൻ്റെ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പീനയിൽ പിന്നെയും കുറച്ചുകൂടിയൊക്കെ റെസ്ട്രിക്ഷൻസ് കുറച്ച് കുറവാണ്. ഞാൻ ഇപ്പോൾ എടുക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് ഞാൻ പുതിയതായിട്ട് പോയ സമയത്ത് കണ്ട കാഴ്ചകളാണ് അവിടെ. ഇവിടെ കുറേ വണ്ടികൾ പുറത്തിറങ്ങാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. റീസെൻറ്റ് സമയത്ത് ഇറങ്ങിയ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ എടുക്കുന്ന ക്ലിപ്പ് നമ്മുടെ പുതിയതായിട്ട് ഡെൽമോൺ ട്രാവൽസ് അതിൻ്റെ വീഡിയോ എടുക്കാൻ രണ്ടാമത് പോയപ്പോൾ എടുത്തിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ പഴയ വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു, ഇപ്പോൾ യൂബേഴ്സൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു. പുതിയതായിട്ട് കുറേ വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡെൽമോൻ്റെ അതുപോലെ തന്നെ നമ്മുടെ വേറെ ടൈഗർ ഹിൽസ് എന്ന് പറഞ്ഞ വണ്ടി അതൊക്കെ കണ്ടു. കുറേ വണ്ടികളുടെ ഡെലിവറി ഉണ്ടായിരുന്നു ഞാൻ പോയ ദിവസം. ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡെലിവറി ഉണ്ടായിരുന്നു. അതുപോലെ വയനാടൻ ബ്ലോഗറുടെ വണ്ടി, അതുപോലെ ബിഗ് ബ്രോ എന്നുള്ള ആ ഗ്രൂപ്പിൻ്റെ വണ്ടി, അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ കാണാൻ സാധിച്ചു. ഇത് ടൈഗർ ഹിൽസിൻ്റെ വണ്ടിയാണ്. പിന്നെ നമ്മൾ ഡെൽമോൺ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെൽമോൻ്റെ നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പച്ച കളർ അടിച്ച വണ്ടി നല്ല രസമായിരിക്കുന്നുണ്ട് കാണാനായിട്ട്, ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് അവിടെയൊക്കെ നടന്നു നോക്കി. അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഒരു വണ്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി സൈഡ് ഡോറാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത നോക്കി, ഈ വണ്ടിക്ക് സൈഡ് ഡോറ്, ഇനി വരാൻ പോണ വണ്ടികൾ ചിലപ്പോൾ ഇതുപോലെ ആവും. ഡോറ് കണ്ടോ സൈഡിലാണ്, ഒറ്റ ഡോറുള്ളൂ. പക്ഷെ ക്യാബിൻ ഉണ്ടല്ലോ, ക്യാബിൻ പക്ഷെ ഉള്ളിലേക്ക് കുറച്ച് നീങ്ങിട്ടോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ക്യാബിൻ നല്ല സ്പേസ്. ഇതിപ്പോൾ പുതിയ മോഡൽ വരാനാണോ അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ കണ്ടതാണ് പ്രകാശിൽ, സൈഡ് ഡോറായിട്ട്. നന്നായിരിക്കുന്നില്ലേ വണ്ടി, ബൈക്കിംഗ് ആണ് കേട്ടോ. ഇത്രയും ഭാഗത്ത് ഒന്നുമില്ല, ടയറിൻ്റെ ബാക്കിലായിട്ട് ഡോർ. എന്താ ഒരു മോഡൽ, ഇങ്ങനത്തെ മോഡലാവും ഇനി വരാൻ പോണത്. അറിയില്ല ഇതിൻ്റെ പേരെന്താ വായിക്കുക? ആഹാ, ആ ശരി, ആഹാ ട്രാവൽസ്. അവരുടെ ഒരു വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, പച്ച കളർ ഫോറസ്റ്റിനൊക്കെ കിട്ടും. തൊട്ടപ്പുറത്ത് നമ്മുടെ ഡെൽമോൺ ട്രാവൽസ് നമ്മുടെ വാട്ടർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. യൂട്യൂബിൽ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വാട്ടർ
പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്ത് മാറി നമ്മുടെ വയനാടൻ വ്ളോഗറിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വയനാടൻ വ്ളോഗർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കാണാനായിട്ട് സാധിച്ചു. പിന്നെ കുറേ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ കണ്ടു. വേറെ യൂട്യൂബ് ചാനൽ നടത്തുന്ന കുറേ ആൾക്കാരൊക്കെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. ഇന്ന് ഒരു 8-10 വണ്ടിയുടെ ഡെലിവറി അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പേര് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഒന്നും ഇത്രയും ആൾക്കാരെ അവിടെ കാണില്ല. അപ്പോൾ ഡെൽമോൻ്റെ ഈ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഡെലിവറിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ച വിഷ്വൽസൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഇടുന്നത്. അപ്പോൾ ഒരു വണ്ടി പുറത്തേക്ക് ഇറങ്ങിയാന്ന് പറഞ്ഞാൽ ഡെലിവറി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെനക്കെട് പിടിച്ച പരിപാടിയാണ്. അതായത് നമ്മൾ എത്ര വണ്ടി പണിതിറക്കിയാലും അവസാന നിമിഷത്തിൽ നെട്ട് ബോൾട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കത് വീണ്ടും വീണ്ടും അതിനുള്ളിലേക്ക് കയറ്റിൻ്റെ വരും. പോയി ഡെൽമോൻ്റെ തന്നെ ഇത് വാട്ടർ കഴിഞ്ഞ് ശേഷം ഡോറിൻ്റെ ഭാഗം വീണ്ടും ഡെലിവറിക്ക് ശേഷം അത് ഒരു നിർബന്ധമാണ്. അതാണ് ഒരു വണ്ടിപ്പണി എന്ന് പറഞ്ഞത്. അതായത് എനിക്ക് ഇപ്പോൾ കണ്ടില്ലേ നിസാരം ഒരു സാധനം വണ്ടിക്ക് പിടിപ്പിക്കാണ്ട് അത് ഇട്ട് പോയി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം. വണ്ടിപ്രാന്തന്മാരുടെ ലോകം. കാശ് എത്ര വണ്ടികളാണ്. പെയിൻറ്റിൻ്റെ കുത്ത് എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ വേറെ ഭാഗത്തേക്ക് ഒരു അന്തമില്ല. മാത്രം വണ്ടികളാണ്. എത്ര വണ്ടികൾ നോക്കിയാൽ എത്രയോ വണ്ടിപ്പേരന്മാരുടെ വണ്ടികളാവുന്നില്ല. എത്രയൊക്കെയോ ആഗ്രഹങ്ങളുടെ പുറത്ത് എടുത്തിട്ടുള്ളതാവും ഈ വണ്ടികളൊക്കെ. എന്നാലും നമ്മുടെ നാട്ടിൽ ഇത്ര മാത്രം വണ്ടി ടൂറിസ്റ്റ് ബസ്സുകളുണ്ടല്ലോ എന്ന് ആലോചിക്കും. എല്ലാവർക്കും ഓട്ടും ഉണ്ട് അല്ലേ. ഒരുപാട് വണ്ടികൾ ഇവിടെ നോക്കിയാലും വണ്ടികൾ. ഈ സൈഡിൽ തിരിഞ്ഞാലും വണ്ടികൾ. ആ ദൂരത്തെ വണ്ടികൾ. പിന്നെ നമ്മുടെ വണ്ടി ടയർ ഹിൽസിൻ്റെ ഒരു ഡെലിവറി ഫംഗ്ഷൻ അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ഡെലിവറിക്ക് വണ്ടി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഫ്രണ്ടിലേക്ക് എല്ലാം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇടും. പിന്നെ ഒരു പൂജ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂജ ചെയ്യും വേണ്ടി അതവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഏത് മതസ്ഥരാണെങ്കിലും അവർ പൂജ ചെയ്തിട്ട് വണ്ടി പുറത്തേക്ക് വിടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓവറോൾ ഇങ്ങനത്തെ പ്രകാശിൻ്റെ വണ്ടി പുറത്തേക്ക് ഇറങ്ങണേ എന്നതിൻ്റെ ഒരു ചെറിയ രൂപം കാട്ടി തന്നു മാത്രം. പക്ഷേ നമ്മുടെ കഴിഞ്ഞ എക്സ്ക്ലൂസീവായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചേട്ടനായിട്ട് നമ്മുടെ കുറേ സംസാരിച്ചതും കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയില്ല. അത് ഭയങ്കര ഒരു വിഷമമായിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ കുറച്ചൊക്കെയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊരു മിസ്സായി. എന്തായാലും അത് തിരിച്ച് കിട്ടുമെന്ന് നോക്കാം. കിട്ടുകയാണെങ്കിൽ ഞാനത് വേറെ ബുദ്ധിമുട്ടില്ല. എന്തായാലും ഡെൽമോൻ്റെ ആ വണ്ടി ടയർ ഹിൽസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡെൽമോൻ്റെ വണ്ടി പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ആണ് ഉണ്ടായത്. പിന്നെ അവരുടെ ഡെലിവറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. ഒരു പുതിയതായിട്ട് ഇറങ്ങുന്ന പറഞ്ഞ ബിഗ് പ്രോ എന്ന് പറഞ്ഞ ബസ്സിൻ്റെ വണ്ടിയാണ് അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും വിളിക്കാനും പറ്റിയില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ കുറേ വണ്ടികളുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ കുറേ വേറെ മോഡൽ വണ്ടികൾ വന്നു. ഇവിടെ നമ്മുടെ ടയർ ഹിൽസിൻ്റെ വണ്ടി അവിടെ പാട സ്റ്റേഷനായിട്ട് വീണ്ടും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഡെലിവറി കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കയറ്റേണ്ടി വരും. അതാണ് അവസ്ഥ. ഇപ്പോൾ ഡെൽമോൻ്റെ ഇപ്പോൾ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ. അതൊക്കെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.